ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റിമോസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ താ നോക്കി അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ കറിക്ക് മീനുമില്ല. അപ്പോൾ ഞാൻ കരുതി മുട്ടയും ചമ്മന്തിയും വെച്ച് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചെയ്താലോ. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുട്ട ചമ്മന്തി ചോറ്. അപ്പോൾ താ നോക്കിയ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടിൽ ചെയ്യുന്ന കണക്ക് തന്നെയാണ്. ഞാൻ നോക്കിയ തേങ്ങയും കൊച്ചുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ലേശം പുളിയായിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. സാധാരണ അരകല്ലിലേക്കാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഞാൻ ഇവിടെ ഇന്ന് മിക്സിയിലാണ് അരച്ചെടുത്തത്. മുട്ട ചമ്മന്തി ചോറുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചമ്മന്തി, 3 മുട്ട, നമ്മുടെ കൊച്ചുള്ളി കുനുകുന എന്നുള്ള രീതിയിൽ അരിഞ്ഞ് കൊച്ചുള്ളിയും 2 കറിവേപ്പിലയുടെ അല്ലയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആവി പറക്കുന്ന വെള്ളച്ചോറും. ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള നമ്മുടെ ചട്ടി ഇവിടെ നല്ല കഴുകി വൃത്തിയായി ഇരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയാലോ? അപ്പോൾ കാണാം. മുട്ട ചമ്മന്തി ചോറ് തയ്യാറാക്കാനുള്ള ചട്ടി ഇവിടെ ഞാൻ അടുപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന ചട്ടിയിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ചട്ടിയിൽ നമ്മളിങ്ങനെ കറക്കി കൊടുക്കണം കേട്ടോ. അതായത് എല്ലായിടത്തും ഒന്ന് ആ ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ട ചമ്മന്തി ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു എണ്ണ നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മളിതിന് ലേശം കടുകും കൂടെ പൊട്ടിച്ചു കൊടുക്കണം. നോക്കിയേ, കണ്ടോ, എണ്ണയ്ക്കകത്ത് കിടന്ന് കടുക് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മളിനി ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ, നമ്മൾ കുനുകുന രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇതിലേക്ക് തട്ടിക്കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കൊച്ചുള്ളി നമ്മൾ വഴറ്റി കൊടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കരുത്, അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. ചമ്മന്തി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മയാണ് വരുന്നത്. അതായത് അമ്മിക്കല്ലിൽ അരച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, ചമ്മന്തി അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ ബാക്കി വരുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതിലേക്ക് നല്ല ചൂട് ചോറിട്ടിട്ടുണ്ടല്ലോ, എല്ലാം കൂടെ കുഴച്ച് ആ അമ്മിക്കല്ലിൽ വെച്ച് ഞങ്ങളിങ്ങനെ കഴിക്കും. എന്ത് ടേസ്റ്റാണെന്നറിയാവോ? ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അതാ നോക്കി, ഞാൻ അടുത്ത ഇതിലേക്ക് നമ്മൾ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി അടുത്ത ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മുട്ട ചമ്മന്തി ചോറിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്, 3 മുട്ട. എന്നിട്ട് മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കൊച്ചുള്ളിയും മുട്ടയും നല്ല രീതിയിലൊന്ന് ചിക്കി വറുത്തെടുക്കണം. എങ്ങനെയാണ് നമ്മൾ തോരനൊക്കെ വെക്കത്തില്ലേ, അതേ കണക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കിണ്ടി നല്ല രീതിയിലൊന്ന് ചിക്കി വറുത്തെടുക്കണം. അങ്ങനെ ഞാൻ നോക്കി ഇവിടെ നല്ല രീതിയിൽ ഞാൻ ചിക്കി വറുത്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല മണം, മുട്ടയുടെയൊക്കെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട്. കൊച്ചുള്ളിയും മുട്ടയും കൂടെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ തോരൻ വെച്ചപ്പോൾ അടിപൊളി മണമാണ് വരുന്നത്. കണ്ടോ, എന്ത് ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇനി അടുത്ത ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? മെയിൻ ആയിട്ടുള്ള, അതായത് ഞാനിവിടെ തേങ്ങയും കൊച്ചുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പുളിയും ലേശം മുളക് പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചമ്മന്തിനെ ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയും പിന്നെ ലേശം ഞാൻ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നോക്കിയാൽ നമ്മുടെ ചമ്മന്തിയും മുട്ടയും നല്ല രീതിയിൽ ഇവിടെ ഇട്ട് ഞാൻ ചിക്കി വറുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ചമ്മന്തിയും മുട്ടയും നല്ല രീതിയിലൊന്ന് കുക്കാവണം. അധികം കുക്കാവണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് വെറുതെ ഇത്ര റിസ്ക് എടുക്കുന്നത്? ഒരു മുട്ടയും പൊരിച്ച് കുറച്ച് ചമ്മന്തി ആട്ടം കൂടി തട്ടിയാൽ പോരെ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചത് ഇടയ്ക്കൊരു വെറൈറ്റി വേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ നോക്കി നമ്മൾ ചമ്മന്തിയും മുട്ടയും നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചൂട് ചോറ് അങ്ങോട്ട് തട്ടിക്കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ മുട്ടയും ചമ്മന്തിയും ആ എണ്ണയും പിന്നെ നമ്മുടെ കൊച്ചുള്ളിയും കറിവേപ്പിലയും കടുക് എല്ലാം ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിയൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കത്തില്ല, എല്ലാ ഐറ്റംസൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ബിരിയാണി ചെയ്യുന്നത്. അതേ കണക്കാണ് എല്ലാ ഐറ്റവും വെച്ചിട്ടൊരു നല്ലൊരു അടിപൊളി മുട്ട ചമ്മന്തിച്ചോറ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടോ, എന്ത് രസമുണ്ട് കാണാൻ. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ വന്നത് തുറക്കുന്ന ഒരു സീനുണ്ട്, കാണണോ നിങ്ങൾക്ക്? അങ്ങനെ നോക്കി, നമ്മുടെ മുട്ട ചമ്മന്തി ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ആവി പറക്കുന്ന കണ്ടോ, എന്ത് ഭംഗിയുണ്ട് കാണാൻ. കാണുന്ന ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല മണവും നല്ല രുചിയും ഉണ്ടായിരുന്നു. നോക്കിയേ, ആ ഒരു ചൂട് ചട്ടിയിലുണ്ടല്ലോ, ആ ചമ്മന്തിയും മുട്ടയും കറിവേപ്പിലയും കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ ചൂട് ചോറ് വിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, തുറന്നപ്പോൾ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു. അങ്ങനെ അവിടെ പ്ലേറ്റിലേക്ക് അല്ലിക്കുട്ടനുള്ള മുട്ട ചമ്മന്തി ചോറും
കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടമായിട്ട് അതാ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ എൻ്റെ മോൻ കഴിച്ചിട്ട് അല്ലിക്കുട്ടൻ ഞാൻ ഉണ്ടാക്കി കൊടുത്ത മുട്ട ചമ്മന്തി ചോറ് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ചമ്മന്തി അങ്ങനെ പൊതുവെ അവൻ കഴിക്കാറില്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ അവൻ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും വന്നിട്ട് പറയണം. കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ചമ്മന്തിയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതണക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. അങ്ങനെ തന്നെ നോക്കി ഞാനിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ചമ്മന്തി ചോറായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.